എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. Redmi Earbuds 3 Proയുടെ 7 ദിവസത്തിന് ശേഷമുള്ള ഒരു യൂസർ എക്സ്പീരിയൻസ് ആണ് ഇന്നത്തെ വീഡിയോ. പൊതുവേ നമ്മുടെ ചാനലിൽ ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുണ്ടാവത്തില്ല. ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഇത് ചെയ്യാനൊരു ഒറ്റ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 7 ദിവസവും ഞാൻ സ്ഥിരമായിട്ട് ഇത് ഉപയോഗിക്കുമായിരുന്നു. സ്ഥിരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഹോൾ ഡേ ഞാൻ യൂസ് ചെയ്യത്തില്ല, ഒരു 2-3 മണിക്കൂർ എന്തായാലും ഞാൻ ഉപയോഗിക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. എന്തായാലും വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ 3 കളേഴ്സിലാണ് ഇത് ലഭ്യമാകുന്നത്: വൈറ്റ്, പിങ്ക്, ബ്ലൂ. എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ബ്ലൂ കളറാണ്. എല്ലാം തന്നെ ആ ഒരു മാറ്റ് ഫിനിഷ്ഡ് കേസോട് കൂടിയിട്ടാണ് നമുക്ക് ലഭ്യമാകുന്നത്. 2999 രൂപ ഓഫർ റേറ്റിലും 3499 രൂപയാണ് നോർമൽ റേറ്റ് എന്നാണ് ആമസോണിൽ പലപ്പോഴും കാണിക്കാറുള്ളത്. എന്നാൽ പൊതുവെ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് 2999 രൂപ തന്നെയാണ് ആമസോണിൽ കാണാറുള്ളത്. 600 mAh ബാറ്ററി കപ്പാസിറ്റിയുള്ള ഈ ഒരു പ്രോഡക്റ്റിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നത് 30 മണിക്കൂറാണ്. അതേപോലെ തന്നെ ഒരൊറ്റ ചാർജ് നമുക്ക് 7 മണിക്കൂർ പ്ലേ ടൈം ലഭ്യമാകും. 43 mAh ആണ് ഈ ഒരു ബഡിന്റെ ഒരു ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത്. 1.5 അവേഴ്സ് ഇയർബഡ് ചാർജ് ആകാനും 3 മണിക്കൂർ കേസ് ചാർജ് ആകാനൊക്കെ എടുക്കും. കൂടാതെ ഇതിന്റെ പ്രത്യേകത ആണെന്ന് പറഞ്ഞത്, ഒന്ന് ക്വാൾകോമിന്റെ QCC3040 ചിപ്സെറ്റ് ആണ്. അതേപോലെ തന്നെ ക്വാൾകോം ആപ്റ്റെക്സ് അഡാപ്റ്റീവ് ടെക്നോളജി ഇതിനകത്തുണ്ട്. കൂടാതെ ആ ഒരു ഇന്നിയർ ഡിറ്റക്ഷൻ ഇതിനകത്തുണ്ടെന്നുള്ളതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു ഫീച്ചറാണ്. വേറെ ഒന്നുമല്ല, നമ്മളിങ്ങനെ ചെവിയിൽ വെച്ച് പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ആരെങ്കിലുമൊക്കെ വിളിക്കുന്നെങ്കിൽ നമുക്കത് ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് തന്നെ ആ ഒരു പാട്ട് ഓട്ടോമാറ്റിക്കലി പോസ് ആവും. നമുക്ക് അവിടെ സംസാരിക്കാം. അതിനുശേഷം ഇങ്ങനെ ചെവിയിൽ വെക്കുമ്പോഴത്തേക്ക് വീണ്ടും ആ ഒരു പാട്ട് പ്ലേ ആവും എന്നുള്ളതാണ്. പിന്നെ ആ ഒരു ട്രാൻസ്പെറൻസി മോഡൊക്കെ ഇതിനകത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലെ ചെവിയിൽ നിന്ന് ഊരേണ്ട ആവശ്യവും ഇല്ലായിരുന്നു. പക്ഷേ കുഴപ്പമില്ല. എന്നാലും ആ ഒരു നമ്മൾ ഈ ഒരു ചെവിയിൽ നിന്ന് ഊരുമ്പോഴത്തേക്കും വെക്കുമ്പോഴേക്കും ആ ഒരു പോസ് ആൻഡ് പ്ലേ ഒക്കെ ആവുന്നത് നല്ല രസം ഉണ്ടെന്നുള്ളതാണ്. പിന്നെ അടുത്ത് നോക്കുവാണെങ്കിൽ 86 ms ഒരു ലോ ലേറ്റൻസി ഇതിനകത്ത് നമുക്ക് വർക്ക്ഔട്ട് ആവും. എന്നാൽ നമ്മൾ ഗെയിം കളിക്കുമ്പോഴൊക്കെ അങ്ങനെ ഭയങ്കരമായിട്ട് നമ്മുടെ ആ ഒരു ലോ ലേറ്റൻസി ടെസ്റ്റിന്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗെയിം കളിക്കുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ ആവുന്നില്ല. അതുകൊണ്ട് തന്നെ ചില സമയത്ത് ഒരു കൺഫ്യൂസ്ഡ് ആണ്, ഇതൊരു ലോ ലേറ്റൻസി വർക്ക് ആവുന്നോ ഇല്ലയോ എന്നുള്ളതൊക്കെ. അതർവൈസ് ബാക്കി എല്ലാ കാര്യങ്ങളും ഇതിൽ പക്കയാണ്. ഡ്യുവൽ ഡ്രൈവേഴ്സോട് കൂടിയിട്ടാണ് ഈ 2 ഇയർബഡുകളും നമുക്ക് ലഭ്യമാകുന്നത്. ഇനി ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് ആദ്യം അൺബോക്സ് ചെയ്ത ദിവസം എന്ന് പറയുന്നത്, എനിക്ക് അൺബോക്സ് ചെയ്ത സമയത്ത് പാട്ട് കുറച്ച് നേരം ഞാനിങ്ങനെ കേട്ട സമയം പെട്ടെന്ന് ഇങ്ങനെ സ്റ്റക്ക് ആവുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ അന്ന് രാത്രിയും ഞാൻ ഇതുപോലെ ഈ ഒരു പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ചെറിയ രീതിക്ക് ഇങ്ങനെ ഒരു സ്റ്റക്ക് ഇങ്ങനെ ഫീൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. എന്നാൽ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് റെഡിയായി. ഞാൻ പിന്നെ അത് ഇയർബഡ് ഓഫ് ചെയ്ത് വെക്കുമായിരുന്നു. അടുത്ത ദിവസം രാവിലെ ഞാൻ എഴുന്നേറ്റിട്ട് ഈ ഒരു പ്രോഡക്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു പാട്ട്. അപ്പോഴും നല്ല രീതിക്ക് ആ ഒരു സ്റ്റക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. രാത്രിയൊക്കെ 2 പ്രാവശ്യം 3 പ്രാവശ്യം ആണെങ്കിൽ ഇവിടെ നല്ല രീതിക്ക് തന്നെ കുറേ നേരത്തേക്ക് ഇത് ഈ ഒരു സ്റ്റക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ അപ്പോഴും ഞാൻ വിചാരിച്ചത് മേ ബി ആ ഒരു ഫസ്റ്റ് ടൈമിൽ, അതിനുശേഷം കുഴപ്പമൊന്നുമില്ല, ഞാൻ ഈ ഒരു ആദ്യമായിട്ട് നമ്മൾ ഈ ഓണാക്കിയിട്ട് എടുത്ത് വെക്കുമ്പോഴത്തേക്കുള്ള പ്രശ്നമായിരിക്കും എന്നാണ്. അന്ന് രാത്രി എൻ്റെ PC-യിൽ ഞാൻ ഈ ഒരു ഇയർബഡ് കണക്ട് ചെയ്തിട്ട് കേൾക്കുന്ന സമയത്തും പെട്ടെന്ന് ഒരു ഇയർബഡ്, നമ്മുടെ ഇടതുവശത്തെ ഇയർബഡ് അങ്ങ് ഓഫായി, വലതുവശത്തെ മാത്രം കേൾക്കുന്നു. അതിനിടയ്ക്ക് ഇങ്ങനെ ചെറിയൊരു സ്റ്റക്ക് ഫീൽ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചത് എൻ്റെത് 5.0 ആണ് PC-യിൽ, ഇതെന്ന് പറഞ്ഞത് 5.2 ആണ്. ഇനി അതിൻ്റെ എന്തെങ്കിലും പ്രശ്നമാണോ എന്നുള്ളൊരു ചെറിയ സംശയം ഉണ്ടായിരുന്നു എനിക്ക്. എന്നാൽ അതൊന്നും അല്ലാന്ന് എനിക്ക് പിന്നെ കാര്യം മനസ്സിലായി. കാരണം ഈ ഒരു മൊബൈലിൽ ഞാൻ കണക്ട് ചെയ്തപ്പോഴത്തേക്കും ഇടതുവശത്തെ ഓഫ് ആയിട്ടിരിക്കുന്നു, വലതുവശത്തെ മാത്രം കേൾക്കുന്നു. കേസിലെടുത്ത് വെച്ചിട്ട് വീണ്ടും ഒക്കെ കണക്ട് ചെയ്തിട്ടും എനിക്ക് അങ്ങനെ തന്നെയായിരുന്നു, സെയിം ഇഷ്യൂ തന്നെയായിരുന്നു. എന്നാൽ റീസെറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു 10 സെക്കൻഡ് നമ്മുടെ ഈ ഒരു കേസിന്റെ ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ചപ്പോഴത്തേക്ക് റീസെറ്റ് ആയി. അതിനുശേഷം ഓക്കെയാണ്, പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ആവുന്നുണ്ട്. എന്നാൽ ആ ഒരു റീസെറ്റിന് ശേഷം ഇതുവരയ്ക്കും എനിക്ക് അങ്ങനെ ഒരു സ്റ്റക്ക് ഫീലോ അല്ലെങ്കിൽ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. പക്ഷേ ഈ ഒരു റീസെറ്റ് ഞാൻ ആദ്യം ഫസ്റ്റ് ഡേയിലും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ആ രണ്ടാമത്തെ ദിവസം എന്താ പറയുക, ആ ഒരു സ്റ്റക്ക് ഫീൽ ചെയ്തെന്നുള്ളതാണ്. എന്നാൽ ഞാൻ ഈ ഒരു രണ്ടാമത്തെ പ്രാവശ്യം, അതായത് ഈ ഒരു PC-യിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടായതിനു ശേഷം റീസെറ്റ് ചെയ്തതിന് ശേഷം അങ്ങനെ ഒരു ഫീലേ എനിക്ക്, അതായത് ആ ഒരു ഡിസ്റ്റർബൻസ് എനിക്ക് ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പക്കയാണ്, ഇതുവരെ വേറെ ഒരു കുഴപ്പവും ഇല്ല. ഇപ്പോൾ കോൾ ചെയ്യാനാണെങ്കിലും അതുപോലെ തന്നെ മ്യൂസിക് കേൾക്കാനാണെങ്കിലും, ഞാൻ വൈബറിൽ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു 1.5 മണിക്കൂറോളം. അതേപോലെ തന്നെ സൂം മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതും ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂറോളം ഞാനത് കണ്ടിന്യൂ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടും വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല, അവർക്ക് പെർഫെക്റ്റ് ആയിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സൂം മീറ്റിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഫാൻ്റെ സൗണ്ട്, ചെറിയൊരു സൗണ്ട് ഇങ്ങനെ ടക്ക് ടക്ക് എന്ന് കേട്ടപ്പോഴത്തേക്ക്
കൂട്ടുകാരിങ്ങനെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്തോ ഒരു സൗണ്ട് ഇപ്പോൾ കേൾക്കുന്നു എന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യം മറിച്ച്, അതായത് നോയ്സ് ക്യാൻസലേഷൻ ഭയങ്കര പക്ക അങ്ങ് പെർഫെക്റ്റ് അല്ലാന്ന് തോന്നുന്നു. അതല്ലാതെ വേറെ കുഴപ്പമൊന്നും ഈ ഒരു കോളിങ്ങിൻ്റെ സമയത്ത് അല്ലെങ്കിൽ മീറ്റിംഗ് സമയത്തൊന്നും വേറെ അവരൊന്നും പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല. എന്നാൽ ഈ ഒരു സമയത്ത് ഈ ഒരു സൗണ്ട് കേൾക്കുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇത് മാറ്റിയിട്ട് ഗോപോർട്സ് ഡി വെച്ച് നോക്കി. അതായത് നമ്മുടെ 1399 രൂപയ്ക്ക് വാങ്ങിക്കുന്ന പ്രോഡക്റ്റ്. പക്ഷേ ആ സമയത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല, ഫാൻ്റെ സൗണ്ട് ഒന്നും കേൾക്കുന്നില്ല, പെർഫെക്റ്റ് ആയിട്ട് കേൾക്കാൻ പറ്റുമായിരുന്നു എന്നുള്ളതാണ് ഞാൻ വീണ്ടും പറയുന്നത്. ആ ഒരു സൂം കോളിലും മറ്റുള്ളതൊന്നും അറിയത്തില്ല, എന്തായാലും സൂം കോളിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഈ ഒരു സംഭവം എനിക്ക് വന്നത്. പിന്നെ പൊതുവേ ഈ ഒരു പ്രോഡക്റ്റ് വെച്ചിട്ട് ഞാൻ എല്ലാ ദിവസവും കോൾ ചെയ്യാറുണ്ട്, വേറെ കുഴപ്പമൊന്നും. ഇപ്പോൾ ഡയറക്റ്റ് കോൾ ആയാലും ഞാൻ പറഞ്ഞ പോലെ വാട്സപ്പിലായാലും വൈബറിലായാലും ഒക്കെ എനിക്ക് അങ്ങനെ വലിയ പ്രശ്നമൊന്നും മറ്റുള്ളവർ പറഞ്ഞ് കേട്ടില്ല. അതുകൊണ്ട് തന്നെ കോളൊന്നും ചെയ്യുന്നതിൽ വേറെ കുഴപ്പമൊന്നുമില്ല, പെർഫെക്റ്റ് ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. അതുപോലെ തന്നെ മ്യൂസിക് ക്വാളിറ്റിയിലേക്ക് വരുവാണെങ്കിൽ ഞാനൊരു വോക്കൽ ഡോമിനേറ്റഡ് ആയിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു ട്രിബിളൊക്കെ ഇങ്ങനെ അത്യാവശ്യം ഒരു അല്ലെങ്കിൽ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഉറപ്പായിട്ടും ഈ ഒരു പ്രോഡക്റ്റ് ഇഷ്ടപ്പെടും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. ആ ഒരു കോൾകോം ആപ്റ്റെക്സ് അഡാപ്റ്റീവ് കോഡക്ക് നല്ല 100% വർക്കൗട്ട് ആകുന്നു എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആ ഒരു വോക്കൽ ഭയങ്കര ഫീലുണ്ട്. ഞാൻ ഇപ്പോഴും ഈ ഒരു റിവ്യൂ ചെയ്യുന്നതിന് മുന്നേയും എൻ്റെ ചെവിയിൽ ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ പാട്ട് കേട്ടുകൊണ്ട് തന്നെയാണ് ഇരുന്നത്. പിന്നെ ബേസ് ഭയങ്കര ഡോമിനേറ്റഡ് ആയിട്ടുള്ള പാട്ടുകളല്ല ഞാൻ പൊതുവെ കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇംപ്രസ്ഡ് ആണ്, അല്ലെങ്കിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു പ്രോഡക്റ്റിൽ. പിന്നെ 2999 രൂപയ്ക്ക് നിങ്ങൾ ഗെയിമിങ്ങിനും കൂടെയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. എന്നാൽ ഈ ഒരു ബേസ് ലെവലല്ല, നിങ്ങൾക്ക് ബാലൻസ്ഡ് ആയിട്ടുള്ള ക്രിസ്റ്റൽ ക്ലിയർ ഔട്ട്പുട്ടാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുന്നത് വേറെ പ്രശ്നമൊന്നും തെറ്റൊന്നും ഇല്ലെന്നാണ്. പിന്നെ ഈ ഒരു ഗ്രേറ്റ് ഇന്ത്യ സെയിലിൽ മേ ബി ഈ ഒരു പ്രോഡക്റ്റ് നല്ല വില കുറഞ്ഞിട്ട് കിട്ടാൻ ചാൻസസ് ഉണ്ട്. ഒരു 2499 രൂപയായിരുന്നു ഈ ഒരു പ്രോഡക്റ്റിന്റെ റേറ്റ് എങ്കിൽ വെൽ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. കാരണം നമുക്ക് ഒരു 101 അല്ലെങ്കിൽ ഒരു 150% വേണമെങ്കിലും പറയായിരുന്നു ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു പ്രോഡക്റ്റിൽ എന്നുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം മാത്രമാണ് ഇതിൽ ചെറിയൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് റേറ്റിന്റെ കാര്യത്തിൽ. അതർവൈസ് വേറെ ഒരു പ്രശ്നമില്ല. പിന്നെ മറ്റൊരു കാര്യം, ഈ ഒരു ബ്ലൂടൂത്ത് റേഞ്ച് ഞാൻ ഈ ഒരു റൂമിൽ, ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്ന റൂമിൽ നിന്നും തൊട്ടപ്പുറത്തുള്ള റൂമിലേക്ക് ഇന്നലെ സംസാരിച്ചുകൊണ്ട് പോയപ്പോഴത്തേക്ക്, അതായത് വൈബറിൽ കോൾ ഇരുന്ന സമയത്ത് ഞാൻ പോയപ്പോഴത്തേക്ക് പ്രശ്നമില്ലായിരുന്നു, കേൾക്കായിരുന്നു ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക്. എന്നാൽ ഇന്ന് പാട്ട് കേട്ട് ഞാനൊന്ന് റൂം വരെ പോയിട്ട് മെമ്മറി കാർഡ് എടുക്കാൻ പോയിട്ട് വരുന്ന വഴിക്ക് ആ റൂമിൽ എത്തിയപ്പോഴത്തേക്ക് സ്റ്റക്ക് ആവുന്ന ഫീൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ബ്ലൂടൂത്ത് റേഞ്ച് എന്നൊക്കെ പറയുന്നത് അവർ പറയുന്നെങ്കിലും ഈ ഒരു അപ്പുറത്തെ റൂമിലേക്ക് പോകുമ്പോഴത്തേക്ക്, അപ്പുറത്തെ റൂമെന്ന് വെച്ചാൽ തൊട്ടടുത്തല്ല, കുറച്ചൊന്ന് ദൂരോട്ടുള്ള ഒരു റൂമിലേക്ക്, എങ്കിലും ഒരു 10 മീറ്ററിന് ഉള്ളിലേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോഴത്തേക്ക്, ആ റൂമിൻ്റെ അകത്തേക്ക് കയറുമ്പോഴത്തേക്ക് ചെറിയ പ്രശ്നങ്ങളുണ്ട്. എന്നാൽ വെളിയിൽ നിൽക്കുമ്പോഴത്തേക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ എന്തോ ആ ഒരു ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയിലും ചെറിയ പ്രശ്നങ്ങളുണ്ട്. എന്നാലും ഇപ്പോൾ നിങ്ങളൊരു റൂമിനകത്ത് ഈ ഒരു മൊബൈൽ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ട് സംസാരിക്കുന്നതിൽ വേറെ കുഴപ്പമൊന്നുമില്ല. വർക്കൗട്ട് ചെയ്യുന്ന സമയത്തും നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് മൊബൈൽ ഒന്ന് മാറ്റി വെച്ചിട്ട് ചെവിയിൽ ഒരു ഇയർബഡ് വെച്ചിട്ട് വർക്കൗട്ടൊക്കെ ചെയ്യാം, വേറെ കുഴപ്പമൊന്നുമില്ല. IPX4 വാട്ടർ ആൻഡ് സെറ്റ് പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ അതിലും നമുക്ക് കേടാവാനായിട്ട് ചാൻസസ് ഒന്നും ഇല്ല എന്നുള്ളതാണ്. ഇനിയൊരു കംഫർട്ടിനെ കുറിച്ച് പറയുവാണെങ്കിൽ എനിക്കങ്ങനെ വേറെ ഡിസ്കംഫർട്ട് ഒന്നും ഫീൽ ചെയ്തില്ല. പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ചെവിയുടെ ഉള്ളിലേക്ക് നമ്മൾ പതുക്കെ കയറ്റി വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളും, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കുത്തേണ്ട ആവശ്യമില്ല, അതായത് ഉള്ളിലേക്ക് കയറ്റാൻ വേണ്ടി പെർഫെക്റ്റ് ആയിട്ട് അവിടെ ഇരുന്നോളൂ എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു 7 മണിക്കൂറൊന്നും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തില്ല. നേരത്തെ പറഞ്ഞ പോലെ ഒരു മാക്സിമം 2 മണിക്കൂറൊക്കെ മാത്രമേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. അതുവരെ കുഴപ്പമൊന്നുമില്ല. പിന്നെ എനിക്ക് തോന്നുന്ന ഈ ഒരു 7 മണിക്കൂറൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്ക് മേ ബി ആ ഒരു കാറ്റ് കയറാണ്ട് ചെവി തന്നെ നല്ല ചൂടായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ 7 മണിക്കൂർ ഞാൻ ഉറപ്പായിട്ടും റെക്കമെൻഡ് ചെയ്യത്തില്ല. എന്നാൽ നമുക്കൊരു സിനിമയൊക്കെ അത്യാവശ്യം 3 മണിക്കൂർ 4 മണിക്കൂറൊക്കെ ഉപയോഗിക്കുന്നതിൽ വേറെ കുഴപ്പമൊന്നും കാണത്തില്ല. പിന്നെ മറ്റൊരു ചെറിയൊരു ഡ്രോബാക്ക് ഞാൻ ഇതിൽ കണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇയർബഡ് ഇതിനകത്ത് വെച്ചിട്ട് ചാർജ് ആവുന്നില്ലയോ എന്നുള്ളൊരു ഇൻഡിക്കേഷൻ ഇതിനകത്ത് ഇല്ല. അതായത് സെയിം നമ്മുടെ ഗോപോർട്സ് പോലെയാണ്. എന്നാൽ ഈ ഒരു ഫ്രണ്ടിൽ കാണുന്ന ഇൻഡിക്കേറ്റർ ഒന്നെന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഉണ്ടോ ഇവിടെ ഈ ഒരു കേസ് ലൈറ്റ് കത്തും. അതേപോലെ തന്നെ നമ്മൾ ചാർജ് ചെയ്യുമ്പോഴും ഇതിനകത്ത് ഈ ഒരു ഫ്രണ്ടിൽ ലൈറ്റ് കത്തി കിടക്കും. അതല്ലാണ്ട് നമുക്ക് ഈ ഒരു ഇയർബഡ് എങ്ങനെ ചാർജ് കയറുന്നുണ്ടോ ഇല്ലയോ ഒന്നും തന്നെ നമുക്ക് അറിയാനായിട്ട് ഒരു ചാൻസും ഇല്ലെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു ചെറിയൊരു ഡ്രോബാക്ക് ആയിട്ട് എടുത്ത് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. 7 hours സിംഗിൾ ചാർജും അതുപോലെ തന്നെ 30 മണിക്കൂർ ടോട്ടൽ പ്ലേ ടൈം എന്ന് ഒരു പറയുന്നത് 7 ദിവസം കഴിഞ്ഞിട്ടും സത്യം പറഞ്ഞാൽ എനിക്ക് അത് മനസ്സിലായിട്ടില്ല.
കാരണം ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ആ ഒരു 2 മണിക്കൂർ മാക്സിമം ഞാൻ ഉപയോഗിക്കാറുള്ളൂ. കൂടാതെ 2 മണിക്കൂറാണെങ്കിൽ പോലും 7 ദിവസം ആകുമ്പോൾ 14 മണിക്കൂർ ആവുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു 30 മണിക്കൂർ എന്ന് പറയുമ്പോഴത്തേക്ക് വീണ്ടും ഒരു 50% അല്ലെങ്കിൽ ഒരു 60% കിടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യങ്ങളിൽ എനിക്കിപ്പോഴും ഒന്നും പറയാൻ പറ്റത്തില്ല. എന്നാൽ ഉറപ്പായിട്ടും ആ ഒരു 15 hours നമുക്കിപ്പോൾ ഇതിൽ നിന്നും ലഭ്യമാകുമെന്ന് മനസ്സിലായല്ലോ. അതുകൊണ്ട് തന്നെ ഒരു 25, ഞാൻ പിന്നെ പൊതുവെ കേൾക്കുന്നത് 50% അല്ലെങ്കിൽ 70%-ലാണ്. 100%-ൽ നിന്ന് തൊട്ട് ഞാൻ ഒരിക്കലും ഈ ഒരു ഇയർബഡിൽ നിന്ന് പാട്ടുകൾ കേൾക്കാറില്ല. അതുകൊണ്ട് തന്നെ ഒരു 20 to 25 ഉറപ്പായിട്ടും എനിക്ക് ഇതിൽ നിന്നും ലഭ്യമാകും ആ ഒരു പ്ലേ ടൈം എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ റെഡ്മി ഇയർബഡ്സ് 3 Pro ഞാൻ ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എന്തായാലും പൊതുവെ ഈ ഒരു 7 days ആഫ്റ്റർ 7 days യൂസർ എക്സ്പീരിയൻസ് ഒന്നും തന്നെ പൊതുവെ ഞാൻ മറ്റുള്ളവരുടെ വീഡിയോ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ചെയ്ത വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളൊന്ന് ക്ഷമിക്കുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. കൂടാതെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.